വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണ വിധേയനായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കോടതി കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി. തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നടപടി തുടരുമെന്നും ഡൽഹി ഹൈക്കോടതി കുറിപ്പിലൂടെ അറിയിച്ചു. അതേസമയം വീട്ടിൽ നിന്നും നോട്ടുകെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മലയാളി അഭിഭാഷകൻ മാത്യൂസ് ജെ നെടുമ്പാറയാണ് ഹർജി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ അന്വേഷണത്തിന് 3-അംഗ ജുഡീഷ്യൽ സമിതി രൂപീകരിച്ചത്. 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും 1 ഹൈക്കോടതി ജഡ്ജിയും ഉൾപ്പെടുന്ന അന്വേഷണ സമിതിയാണ് രൂപീകരിച്ചത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ ചീഫ് ജസ്റ്റിസ് GS സാന്തുവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവരാമൻ എന്നിവരും അംഗങ്ങളാണ്. അതോടൊപ്പം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതല നൽകുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നടപടി. മാർച്ച് 14-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ജസ്റ്റിസ് വർമ്മ വീട്ടിലില്ലാത്ത സമയത്താണ് ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ മുറിയിൽ തീപിടുത്തമുണ്ടായത്. രാത്രി 11:43-ന് അഗ്നിരക്ഷാസേന എത്തി. തീപിടിച്ച ചാക്കുകൾക്കിടയിൽ കറൻസി നോട്ടുകൾ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് വിവരം. നശിച്ച സാധനങ്ങളിൽ കോടതിയുമായി ബന്ധപ്പെട്ട രേഖകളും സ്റ്റേഷനറിയും ഉണ്ടായിരുന്നതായി ജസ്റ്റിസ് വർമ്മയുടെ ജീവനക്കാരൻ അറിയിച്ചിരുന്നു. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേൽക്കാതിരുന്നതിനാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ കറൻസി നോട്ടുകൾ കിടക്കുന്നതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത ഡൽഹി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിരുന്നു. അവർ സർക്കാരിനെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും വിവരം അറിയിച്ചിരുന്നു. സംഭവത്തിൽ ചീഫ് ജസ്റ്റിസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവാദത്തിലായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പേര് 2018-ൽ CBI രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും പരാമർശിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സിംബോലി ഷുഗേഴ്സ് എന്ന സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വർമ്മയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത്. സിംബോലി ഷുഗേഴ്സിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആണ് പരാതിക്കാർ. വ്യാജ വായ്പാ പദ്ധതിയുടെ പേരിൽ ബാങ്കിനെ തട്ടിച്ചെന്നായിരുന്നു പരാതി. 2012 ജനുവരി മുതൽ മാർച്ച് വരെ OBCയുടെ ഹാംപൂർ ശാഖയിൽ നിന്ന് 5762 കർഷകർക്കായി 148.59 കോടി രൂപയാണ് വിതരണം ചെയ്തത്. വളവും വിത്തുകളും വാങ്ങാൻ കർഷകരെ സഹായിക്കാനായിരുന്നു ഈ പണം കർഷകരുടെ വ്യക്തിഗത അക്കൗണ്ടിലെത്തുന്നതിനു മുൻപ് ഒരു എക്സ്റേ അക്കൗണ്ടിൽ സൂക്ഷിക്കാനായിരുന്നു ധാരണ. 2024 ഫെബ്രുവരിയിലാണ് CBI പുതിയ അന്വേഷണം നടത്താൻ തുടങ്ങിയത്. എന്നാൽ അതേ വർഷം മാർച്ചിൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ അന്വേഷണ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു.